ഹായ് ഹലോ. ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എഴുന്നേറ്റപ്പോഴേക്കും ഐവിൻകുട്ടൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി കേട്ടോ. പാനൂട്ടിയാണെങ്കിലോ ആ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നേ. എഴുന്നേറ്റിരുന്നപ്പോഴേക്കും ആൾക്ക് ചെറിയൊരു ക്ഷീണം പോലെ തോന്നി കേട്ടോ. ചെറിയൊരു മൂക്കടപ്പൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് വിട്ടില്ല. മഞ്ഞുണ്ടല്ലോ, അകത്ത് തന്നെ പല്ലേൽപ്പിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും അവൻ നേരെ പോയത് അടുക്കളയിലേക്കാണ്. വിശക്കുന്നു എന്നും പറഞ്ഞ്. ഞാനിന്ന് അപ്പവും കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. വെള്ളക്കടല അത്ര ഇഷ്ടമൊന്നും അല്ല, എങ്കിലും പിന്നെ കഴിച്ചു. എനിക്ക് വാരിയൊന്നും തരണ്ട, ഞാൻ തന്നെ കഴിച്ചോളാവേന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ടോ. പുറത്ത് അമ്മ ഇരിപ്പട്ടായിരുന്നു. അമ്മയുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ പോയത്. പിന്നെ അപ്പം ഉണ്ടാക്കിയതിൻ്റെ മാവ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. മുഴുവൻ അപ്പം ഉണ്ടാക്കി വെച്ചാൽ അത് വേസ്റ്റ് ആവും. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, കുറച്ച് തേങ്ങ ചെണ്ടി എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ജീരകവും ഏലക്കായും കൂടി ഇട്ടു കേട്ടോ. എൻ്റെ കയ്യിൽ ഏലക്ക ഉണ്ടായിരുന്നില്ല, അപ്പോൾ ജീരകം മാത്രം ഇട്ട് ആ മാവിന്ന് ഒരു 2-3 തവി മാവ് കൂടി അതിനകത്തേക്ക് ആ ജാറിനകത്തേക്ക് കോരി ഒഴിച്ചു കേട്ടോ. എന്നിട്ടുണ്ടല്ലോ അതൊന്ന് മിക്സിയിൽ അടിച്ചിങ്ങെടുത്ത് നന്നായിട്ട് ഫൈനായിട്ടൊന്നും അരയണ്ട, ജസ്റ്റ് ഒന്ന് അരഞ്ഞ് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. ഇച്ചിരി തരിതരിപ്പുണ്ടെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ എന്നാൽ കുറച്ച് വട്ടയപ്പം കൂടി ഉണ്ടാക്കി വെച്ചേക്കാം എന്ന് ഓർത്തു. അപ്പോൾ വൈകുന്നേരത്തേക്ക് ചായക്കും ആകുമല്ലോ. ഇന്നാണെങ്കിലോ ഐവിൻകുട്ടൻ വീട്ടിലുള്ളത് കൊണ്ട് അവൻ ഇടക്ക് കുറിക്കാനൊക്കെ വേണം. ഇപ്പം അങ്ങനെ കടയിൽ നിന്ന് സ്നാക്സ് ആയിട്ടൊന്നും വാങ്ങി വെക്കാറില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇതുണ്ടെങ്കിൽ ഇടക്ക് പുള്ളി കഴിച്ചോളും. പിന്നെ അതിനകത്തേക്ക് ചേർത്തത് പഞ്ചസാരയാണ് കേട്ടോ. വട്ടയപ്പത്തിന് പിന്നെ പഞ്ചസാര മസ്റ്റാണല്ലോ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇടാം. ഞാനിവിടെ ഒരു 3-4 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് അങ്ങ് മൂടി മാറ്റി വെച്ചിട്ടോ. പിന്നെ ഉണ്ടായിരുന്ന മാവുണ്ടല്ലോ അതിനകത്ത് ബാക്കി അപ്പം കൂടി അങ്ങ് ചുട്ട് വെച്ച് ഇനി ഇടക്കാർക്കെങ്കിലും വേണമെങ്കിലോ, ഐവിൻകുട്ടൻ ഇടയ്ക്ക് ഒരു 10 മണിയാകുമ്പോൾ ഒരു വിശപ്പുള്ളതാണ്, അതങ്ങ് കഴിക്കുവാണെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങ് ചുട്ടും വെച്ചു. എന്നിട്ട് ഞാൻ കഴിക്കാനെടുത്തിട്ടോ. അപ്പം കടലക്കറി എടുത്ത് ഞാനും കഴിച്ചിട്ടോ. അല്ലെങ്കിൽ മടിച്ച് നിന്നാൽ പിന്നെ അങ്ങ് മടിക്കും. പിന്നെ ഒരു 11 മണിയായാലും കഴിക്കാൻ തോന്നില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ മുകളിലേക്കാണ് കേട്ടോ പോയത്. തുണി അലക്കാൻ ഇടാനുണ്ടായിരുന്നു. അങ്ങനെ തുണിയും ഇട്ടു. മുകളിൽ മെഷീൻ ഇരിക്കുന്നതുകൊണ്ട് വലിയൊരു ഉപകാരമാണ് കേട്ടോ. മുകളിൽ കൊണ്ടുപോകണം എന്നൊരു പാടേ ഉള്ളൂ. അത് കൊണ്ടുപോയി ഇട്ടെന്നാൽ ഉണങ്ങിക്കഴിഞ്ഞാൽ അവിടെ തന്നെ വിരിച്ചു വിടാം. പിന്നെ നമ്മുടെ ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോന്നാൽ മതിയല്ലോ. അങ്ങനെ അതൊക്കെ ഇട്ട് തിരിച്ചു വന്നപ്പോഴേക്കും അരച്ച് വെച്ച മാവ് റെഡി ആയിട്ടുണ്ടായിരുന്നേ. അതെന്ത് ചെയ്തു, കുറച്ച് നെയ്യ് ഒരു പാത്രത്തിലേക്ക് തേച്ചിട്ട് ആ മാവ് അതിനകത്തേക്ക് ഒഴിച്ച് ഞാനൊരു ഇഡൽ തട്ടിൽ വെച്ച് അങ്ങ് ആവി കയറ്റി എടുത്തു. പിന്നെ ഇതെന്താ സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ സിറ്റ് ഔട്ടിൽ നിന്ന് ഷൂറാക്കാണ് കേട്ടോ. ഈ ഷൂറാക്ക് കൊണ്ട് എനിക്ക് തലവേദന തന്നെയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എല്ലാ ഷൂസും എടുത്ത് വെക്കും, ഈ സാധനം ഉരുണ്ട് പഠിച്ച് താഴ്ത്തി വീഴും, എപ്പോഴും വൃത്തികേടായിട്ട് കിടക്കും. ശരിക്കും വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഷൂറാക്ക് വാങ്ങി വെക്കുന്നത്, പക്ഷേ വളരെ വൃത്തികേടായിട്ടോ ഇരുന്ന് വെച്ചിരുന്നത്. എന്നാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി ഞാൻ എന്ത് ചെയ്തു, ഒരു ഫെവിക്വിക്ക് കൊണ്ടുവന്ന് ആ ഹോളിനകത്തേക്ക് ഇട്ടിട്ട് ആ പിടിയുണ്ടല്ലോ അതങ്ങ് ഉറപ്പിച്ച് വെച്ചിട്ടോ. ആ പിടി എപ്പോഴും വിട്ടു പോകുന്നതായിരുന്നു പ്രോബ്ലം. ഒന്ന് അനങ്ങുമ്പോഴേക്കും ഏതെങ്കിലും സൈഡ് വിട്ടു പോകും. അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ 2 സൈഡിലും ശരിക്കും ആ ഫെവിക്വിക്ക് വെച്ച് ഒട്ടിച്ചു കൊടുത്തു. ഇനി ഇതെങ്ങനെ പോരുമെന്നൊന്നും അറിയണമല്ലോ. അല്ല, ക്ഷമയ്ക്ക് ഒരു പരിധിയൊക്കെ ഇല്ലേ? നിങ്ങൾ തന്നെ പറ. എത്ര നേരം ഒന്നും പറഞ്ഞാൽ നമ്മൾ ഇത് നോക്കിക്കൊണ്ടിരിക്കണം. അതിനിടെ ഐവിൻകുട്ടൻ പല പരിപാടി നടത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിത് ഒട്ടിച്ച് വെച്ച് ഒരു റാക്കിലുള്ള ഒരു വടിയുണ്ടല്ലോ, ആ 2 എണ്ണം, ആദ്യത്തെ 2 വടി ഇല്ല കേട്ടോ. അത് വാങ്ങിയപ്പോഴൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് കഴിഞ്ഞപ്പോഴേക്കും ഐവിൻകുട്ടൻ അതെടുത്ത് അടിച്ച് പൊട്ടിച്ച് കളഞ്ഞു. എന്ത് പറയാനാ. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, ആ റാക്കിൽ അവനെ കൊണ്ട് തന്നെ എല്ലാ ഷൂവും ഞാൻ അടുക്കി വെപ്പിച്ചു കേട്ടോ. എന്നിട്ട് അതിനെ ഒരു മൂലക്ക് മാറ്റി വെച്ച് അതിനുശേഷം ഇവിടുത്തെ പരുവം നോക്കിക്കേ, മൊത്തം അഴുക്ക് പിടിച്ച് കിടക്കുവാണ്. അതുകൊണ്ടൊന്ന് തുടച്ചേക്കാമെന്ന് വിചാരിച്ചു. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിനകത്തേക്ക് കുറച്ച് സോപ്പ് ഓയിലും ഒഴിച്ച് കുറച്ച് ഡിറ്റർജൻറ്റും ഇട്ട് അങ്ങ് തുടക്കാൻ എടുത്തു കേട്ടോ. ഇത് ഈ കഴിഞ്ഞ ദിവസം കുഞ്ഞോ മേടിച്ചുകൊണ്ട് വന്ന ഒരു മോപ്പാണ് കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. എന്തോ ഒരു സുഖമില്ല, എന്താണെന്ന് എനിക്കറിയില്ല. വലിയ സുഖം തോന്നിയില്ല. പിന്നെ കിട്ടിയതാവട്ടെ എന്ന് ഓർത്തു കേട്ടോ. അങ്ങനെ എല്ലാ റൂമും ഞാൻ തുടച്ചേ. പെട്ടെന്ന് തന്നെ തുടച്ചെടുത്തു. പൊതുവേ ഞാനൊരു മടിച്ചാണ് കേട്ടോ തുടക്കാനും ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ ഒത്തിരി മടിയാണ്. പിന്നെ അങ്ങ് ചെയ്യുമ്പോൾ അങ്ങ് ചെയ്തു പോകുമല്ലോ. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണെങ്കിലോ ഐവിൻകുട്ടന് വിശക്കുന്നു എന്നും പറഞ്ഞ് റസ്ക് മേടിച്ച് കഴിക്കുവാണേ. ആ നേരത്ത് ഞാൻ വേഗം കയറി കുളിച്ചിട്ടോ. ഉച്ചയാകാറായി. എങ്കിലും എന്ത് തണുപ്പാണെന്നറിയോ വെള്ളത്തിന്. ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച വെള്ളം പോലെ ഇരിക്കുന്നു, അത്രക്ക് തണുപ്പായിരുന്നു. എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ ശരി, പിന്നെ കാണാം.